ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ സിൻസിയറായിട്ടാണോ സ്നേഹിക്കുന്നത്, എന്താണ് നിങ്ങളുമായിട്ടുള്ള ഇൻറ്റൻഷൻ ഇൻ ഫ്യൂച്ചർ ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഇത്രയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിങ്സിന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 1 മിനിറ്റ് നിങ്ങൾക്കൊന്ന് മൈൻഡ് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. മൈൻഡൊന്ന് കാമാക്കിയിരിക്കുക. ഓക്കെ. Knight of Cups, 3 of Wands, 8 of Wands, 3 of Cups, 6 of Swords, 5 of Wands, Tower, High Priestess, 7 of Wands, 7 of Swords. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 2 of Swords ആണ് വന്നിരിക്കുന്നത്. ഓക്കെ. നമുക്ക് ഒരു ഓവറോൾ എനർജി നോക്കുമ്പോഴത്തേക്കും ആ ഒരു 2 of Swords എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു ഡിസിഷൻ, അപ്പോൾ അൺഷ്യൂറായിട്ട് നിൽക്കുന്ന ഒരു സിൻസിയറിറ്റി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, മുന്നോട്ട് പോകാൻ പറ്റാണ്ട്, ഒരു എന്താണ് ട്രൂത്ത്, എന്താണ് സത്യം, അതിനെ ഫേസ് ചെയ്യാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ അതൊക്കെ അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഓവറോൾ കാണാൻ പറ്റുന്നത്. ആൻഡ് ഫസ്റ്റ് നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോഴത്തേക്കും നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതായത് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ലൈക്ക് ആ ഒരു ഇഷ്ടം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളോട് ആ ഒരു അഫെക്ഷൻ കാര്യങ്ങളും ഒക്കെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ഉണ്ട്. നെക്സ്റ്റ് 3 of Wands എന്ന് പറയുമ്പോൾ ആ ഒരു പാർട്ട്ണറുടെ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ആൻഡ് ഫ്യൂച്ചർ നിങ്ങളുമായിട്ടൊരു പ്ലാനിങ്, അതൊക്കെയാണ് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഇൻറ്റൻഷൻ നോക്കുമ്പോഴത്തേക്കും ഓക്കെ, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന. ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ട്, അതായത് ആ ഒരു റൈറ്റ് ടൈം അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് 8 of Wands. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒന്ന് മീറ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആകാം, കോളാകാം, എങ്ങനെയായാലും ഒരു പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് പോസിബിളായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ പെട്ടെന്നൊരു ചേഞ്ച്, ഓക്കെ, ഒരു പ്രോഗ്രസ് നമുക്ക് ഉടനെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് ശേഷം നമുക്ക് 3 of Cups ആണ് വന്നിരിക്കുന്നത്. 3 of Cups എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ്. പക്ഷേ ആ ഒരു മേ ബി ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ആകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി കാരണമായിരിക്കാം നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നോക്കാം, ആ ഒരു വ്യക്തി നിങ്ങളേക്ക് വരാൻ അപ്രോച്ച് ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷന് ശേഷം നമുക്ക് ഈ ഒരു 3 of Cups അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാനായിരിക്കാം മേ ബി ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത് എന്നും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് 6 of Swords വന്നിട്ടുണ്ട്. 6 of Swords എന്ന് പറയുമ്പോൾ ആ ഒരു ഹീലിംഗ് ടൈമാണല്ലോ. അപ്പോൾ ആ ഒരു വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വ്യക്തി ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങളിൽ നിന്നും മൂവ് ഓൺ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് 5 of Wands വന്നിരിക്കുന്നത് ആ ഒരു കോൺഫ്ലിക്ട്സ്, ഓക്കെ, ആ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ നേരിടണം അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്.
നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സിറ്റുവേഷൻ, ലൈക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയത്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആ ഒരു ഡിസ്റ്റൻസ് വരാനുള്ള റീസൺ എന്താണ് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. അതൊരു തേർഡ് പാർട്ടി ആകാനാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയിൽ ആ ഒരു ബ്രേക്ക് വരാനുള്ള മെയിൻ റീസൺ പുറത്തു നിന്ന് എന്തോ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. മേ ബി അതൊരു തേർഡ് പാർട്ടി ആകാനാണ് ചാൻസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആ ഒരു എനർജി ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 2 ഓഫ് സോർട്സ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. കാരണം നിങ്ങളുമായിട്ട് ആ ഒരു സിൻസിയറിറ്റി നമുക്ക് പറയാൻ പറ്റാതിരുന്നത് ആ ഒരു എനർജി വന്നതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ ചാൻസസ് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകാനാണ്. ആൻഡ് ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, നെക്സ്റ്റ് ടവർ കാർഡ്. ഓക്കെ, ടവർ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു സഡൻ ബ്രേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആ ഒരു സെപ്പറേഷൻ അത് തന്നെയാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പെയിൻഫുള്ളായിരിക്കും. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തി അത്രയും സിൻസിയറായിട്ടാണ് സ്നേഹിച്ചത്. സോ അപ്പോൾ എന്താണ് സത്യമെന്നുള്ളത് നിങ്ങൾ ഉടനെ അറിയും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു സഡൻ ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയുടെ മേ ബി ആ ഒരു സിൻസിയറിറ്റിയെ കാണിക്കുന്ന തരത്തിൽ ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഫേസ് എന്താണെന്ന് നിങ്ങൾ അറിയും. ഓക്കെ, സോ ആ ഒരു ട്രൂത്ത് എക്സ്പോസ് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. ദെൻ നമുക്ക് ഹൈ പ്രീസ്റ്റസ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രഹസ്യമായിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരാൻ പോകുന്നു. ഇപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആൻഡ് 7 ഓഫ് വോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നൊരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിലൂടെ പോകും. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സിൻസിയറാണ് അല്ലെങ്കിൽ ട്രൂത്ത്ഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് പഴയ പോലെ അല്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ലാസ്റ്റ് നമുക്ക് 7 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു വ്യക്തി എന്തായാലും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നേരെ ആ ഒരു വ്യക്തി സംസാരിക്കുന്നില്ല എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു ഓവറോൾ എനർജി നോക്കുമ്പോഴത്തേക്കും നമുക്ക് 3 ഓഫ് കപ്സ്, ഈ 7 ഓഫ് സോഡും ടവർ കാർഡൊക്കെ കാണിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളടുത്ത് ആ ഒരു സിൻസിയാരിറ്റി നിങ്ങൾ കാണിച്ച അത്രയും ഒരു സിൻസിയാരിറ്റി ആ ഒരു വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ്. ഹൈ പ്രീസ്റ്റസ് നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ആ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ്, വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് കാണുമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാവുമായിരിക്കും. സോ നിങ്ങളുടെ ആ ഒരു ഗട്ട് ഫീലിങ്ങിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. 7 ഓഫ് വോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാനും ചിലപ്പോൾ ആരും ഉണ്ടായെന്ന് വരത്തില്ല. സോ നിങ്ങൾക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻറ്റോടുകൂടി നിൽക്കുക. ടവർ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഒരു മേജർ ട്രൂത്ത് ഉടൻ തന്നെ റിവീലാകും. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൽ നിന്നുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ അഡ്വൈസും കൂടെ നോക്കാം. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് വാണ്ട്, ഏസ് ഓഫ് കപ്സ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. സോ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റെബിലിറ്റിയിലാണ്, നിങ്ങളുടെ നിലനിൽപ്പ്. ഓക്കെ, അതിൽ വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ കരിയറാണ്, ഫിനാൻസ് റിലേറ്റഡ് ആണ്, മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓവറോൾ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡാണ്, നിരാശയിലാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളിലാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രം നിങ്ങൾ പ്രയോറിറ്റൈസ് കൊടുത്ത്
നിങ്ങൾ ഡൗൺ ആകരുത് എന്നുള്ളതാണ്. സെക്കൻഡ് വന്നിട്ടുള്ള 5 ഓഫ് പെൻറ്റക്കിൾസ് ആയതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ലോസസ് അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുക, എന്താ പറയുക, ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് അതിനുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാനുള്ള പവർ നിങ്ങൾക്കുണ്ട്. സോ നിങ്ങൾ ഡെസ്പായി ഇരിക്കരുത് എന്നുള്ളതാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ ഈ ഒരു ഇമോഷണലി ഹീലാക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ട ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ആ ഒരു ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇട്ട എഫേർട്സിനുള്ളത് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അതിനുള്ള സമയം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആത്മാർത്ഥമായി എഫേർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് പക്ഷേ സമയമെടുക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്കിവിടെ ഗൈഡൻസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡിസ്ഹോണസ്റ്റി അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ട്രൂത്ത്ഫുൾനെസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഉടനെ ആ ഒരു ട്രൂത്ത് റിവീൽ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സത്യമെന്നുള്ളത് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു റിയലൈസേഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ റെഡിയായി ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. ഈ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.